أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الأجمعين ومن تبعهم بإحسان إلى يوم الدين. സ്നേഹ ബഹുമാനരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, 34-ാം അധ്യായം സൂറത്തു സബഇന്റെ 51 മുതൽ 54 വരെയുള്ള അവസാന വചനങ്ങളിൽ നിന്നും ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. സത്യനിഷേധികൾ അവർക്ക് മനസ്സിലാകും വിധം സത്യത്തിലേക്ക് തിരിച്ചു വരാനും ദുർമാർഗത്തിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഏതാനും ചില ചിന്തകളെ ഇട്ടുകൊടുത്തതിനു ശേഷം പരലോക നാളിൽ നിഷേധികൾക്കുണ്ടാകുന്ന അവസ്ഥ കൂടെ പരാമർശിച്ചുകൊണ്ട് ഈ അധ്യായത്തിന് സമാപനം നൽകുന്ന ഒരു രീതിയാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇനിയുള്ള വചനങ്ങൾ പരലോക നാളിലെ അവർക്ക് വരാനുള്ള അവസ്ഥയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇനിയും അവർ മേൽപ്പറയപ്പെട്ട കാര്യങ്ങളിൽ ചിന്തിക്കാനും മാറാനുമൊന്നും തയ്യാറല്ലെങ്കിൽ പരലോകത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു എളിയ ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഏതാനും ചില പരലോക ചിന്തകളെ പരാമർശിച്ചതിൻ്റെ ഒരു ലക്ഷ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 51-ാമത്തെ വചനം, വലൗ തറ ഇദ് ഫസഉ ഫലാ ഫൗത വഉഖിദു മിൻ മക്കാനിൻ ഖരീബ്. വലൗ തറ, പ്രവാചകരെ നീ അവരെ കാണുകയാണെങ്കിൽ, ഇദ് ഫസഉ, അവർ വല്ലാത്ത ഒരു ഭയചകിതമായ അവസ്ഥയിലായിരിക്കും, ഫലാ ഫൗത, അവർക്ക് രക്ഷയുണ്ടാവുകയില്ല, വഉഖിദു മിൻ മക്കാനിൻ ഖരീബ്, ഏറ്റവും സമീപത്തായിക്കൊണ്ട് അവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതിലൊന്ന്, ഇന്ന് ഈ വലിയ വീമ്പ് പറഞ്ഞിരുന്ന ആളുകൾ, വലിയ വായിൽ വർത്തമാനം പറഞ്ഞിരുന്ന ആളുകൾ, നിഷേധത്തിന് വേണ്ടിയിട്ട് എന്ത് ദുരാരോപണങ്ങളും നടത്തിയിരുന്ന ആളുകൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്താനങ്ങളും ഞങ്ങളുടെ സമ്പത്തും ഐഹിക പദവികളുമൊക്കെ മതിയായവയാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ഇന്നിതാ ആരുമില്ലാതെ അവരുടെ ആരാധനാമൂർത്തികൾ പോലും അവരെ കൈവടിഞ്ഞ് ഒറ്റപ്പെട്ട് ഭയത്തോടെ നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും അവരുണ്ടായിരിക്കുക എന്നതാണ്. ഇത് ഫസ്ഓ, പരലോക വിഷയത്തിന്റെ കാര്യമാണ്, അവസ്ഥയാണ്. രണ്ടാമത്തെ സംഗതി ഫലാ ഫൗത, അവർക്കൊരു രക്ഷയുമില്ല എന്നുള്ളതാണ്. റബ്ബിന്റെ ശിക്ഷ വരുന്ന ദിനത്തിൽ അവർക്ക് രക്ഷപ്പെടാനാവില്ല. ഭൂമിയിൽ വെച്ച് പലർക്കും പിടികൊടുക്കാതെ, പലതിനും വഴങ്ങിക്കൊടുക്കാതെ, അധികാര സമ്പത്ത് സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് മാറി നിന്നവരും രക്ഷപ്പെട്ടവരുമാണ് പലപ്പോഴും ഈ നിഷേധികൾ. എന്നാൽ ഇന്ന് ഈ പരലോക നാളിൽ ഈ അക്രമികൾക്ക് അങ്ങനെ ഒരു മാറി നിൽക്കലിനോ ഓടിയൊളിക്കാനോ രക്ഷപ്പെടലിനോ ഒന്നും തന്നെ സാധ്യമല്ല എന്നുകൂടെ വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു നിസാഇന്റെ 121-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അവർക്കുള്ള സങ്കേതം അത് നരകമാണ്. വലാ യജിദൂന അൻഹാ മഹീസ, അവർക്ക് അവിടെ രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്, അവർ ആരെയാണോ വിളിച്ചു തേടിയത് അവർ പോലും അവരെ തൊട്ട് വിട്ട് മറഞ്ഞു പോകുന്നതാണ്. അവർക്ക് ആ സമയത്ത് ബോധ്യം വരും, ഞങ്ങൾക്കിനി ഒരു രക്ഷയുമില്ല, ഞങ്ങൾ പിടിക്കപ്പെട്ടു പോയി എന്നുള്ളത്. വയഅലമല്ലദീന യുജാദിലൂന ഫീ ആയാതിന, സൂറത്തു ഷൂറയിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തർക്കിച്ച് കളവാക്കിയ നിലക്ക് അതിനോട് മുഖം തിരിഞ്ഞു പോയ ആളുകള്, അവർക്കും മാലഹും മിൻ മഹീസ്, ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് വിശുദ്ധ ഖുർആൻ നാളത്തെ പാരത്രികമായ അവസ്ഥയെ പറ്റിയിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് വഉഖിദു, അവരെ അള്ളാഹു പിടിക്കുന്നതാണ്, മിൻ മക്കാനിൻ ഖരീബ്, ഏറ്റവും അടുത്ത സമീപത്തായിക്കൊണ്ട്. അതായത് അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് മാത്രമല്ല, അവരെ പിടികൂടാൻ പോലും ഒരൽപ്പം പിന്തുടരേണ്ട ഒരു കാലതാമസത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹുവിന്റെ പിടുത്തം വരുമ്പോൾ ഓടിയൊളിക്കുക, ഒരൽപ്പം മാറി നിൽക്കുക, ഒരാളുടെ പിന്നിലേക്കെങ്കിലും ഒരൽപ്പം മാറി നിന്ന് ഒന്ന് നീങ്ങി നിന്ന് ആ നിലക്കൊന്ന് രക്ഷപ്പെടാൻ, ഒരൽപ്പമെങ്കിലും ആ പിടുത്തത്തൊന്ന് വൈകിപ്പിക്കാൻ
ഇല്ല, അവർക്കുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനടി പിടിച്ചു കെട്ടുന്ന രൂപത്തിൽ പ്രതിസ്ഥാനത്തായിട്ട് കുറ്റവാളിയായിട്ട് അവരുണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ഓടിച്ചിട്ട് വളഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ട് അങ്ങനെയൊന്നും പിടിക്കേണ്ട ഒരവസ്ഥ അവർക്കില്ല. അവരാരായിരുന്നു? ഇങ്ങനെയൊക്കെ ചെയ്തവരായിരുന്നു. എന്നാൽ ഇന്ന് ഈ ലോകത്ത് അതിനൊന്നും സാധ്യമല്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് ഓൾറെഡി അവർ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ തന്നെയാണുള്ളത്. ഇനി അവർക്ക് രക്ഷയില്ല എന്ന്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ ഒരു ഭാഗം ഭൗതികമായി സത്യനിഷേധികൾക്ക് വരുന്ന അല്ലെങ്കിൽ ശിക്ഷ വരുമ്പോഴുള്ള അവരുടെ അവസ്ഥയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ കാണാം. അല്ലാഹു അലം. ഏത് സന്ദർഭത്തിലായാലും രക്ഷാമാർഗമില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന വാസ്തവത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. 52-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വഖാലു ആമന്നാ ബിഹി, അവർ ആ സമയത്ത് പറയുന്നു, ഞങ്ങളിതാ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. വ അന്നാ ലഹുമുത് തനാവുഷ്, ഇനി എവിടെ നിന്നാണ് അവർക്കത് പ്രാപിക്കാൻ കഴിയുന്നത്, നേടിയെടുക്കാൻ കഴിയുന്നത്? മിമക്കാനും ബഈദ്, ഇത്ര വിദൂരമായ സ്ഥലത്ത് നിന്ന് എന്നാണ്. അതായത് പരലോകത്ത് വെച്ച് അവർ പറയുകയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഇത് നിഷേധികളുടെ ഒരു സ്ഥിരം പല്ലവിയാണ്. ആദ്യമൊക്കെ നിഷേധിക്കുക, എന്നിട്ട് അവർ നിഷേധിച്ചതെന്തോ അത് അനുഭവിക്കുമ്പോൾ അവർ അതിൽ വിശ്വസിച്ചു, അംഗീകരിച്ചു എന്നൊക്കെ വിളിച്ചു പറയുക. ഇത് ഐഹിക ശിക്ഷ വരുമ്പോഴായാലും പരലോക നാളിലായാലും അവർക്ക് കേവലം ഒരു സംസാര ശകലം, അവരുടെ ഒരു വൃഥാ പറച്ചിൽ മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. അതിനങ്ങനെ കാണേണ്ടതുള്ളൂ. അവർക്ക് വിധിച്ചതിൽ നിന്ന് ഒരു നിലക്കുമുള്ള മാറ്റമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. സാക്ഷാൽ ഫിറഔൻ പോലും ഭൂമിയിൽ വെച്ച് അവസാനത്തെ അള്ളാഹുവിന്റെ ആ പിടുത്തത്തിൽ വന്നപ്പോഴേ ഒരു ഗതികേട് കൊണ്ട് പറയുന്ന രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖുൽ ആമൻതു അന്നഹു ലാ ഇലാഹ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ ഇലാഹ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആര്? അന റബ്ബുക്കുമുൽ അഅല എന്ന് വരെ ലോകത്തോട് വീമ്പ് പറഞ്ഞ ആ ഒരു അഹങ്കരിച്ച ഫറോവ അവസാന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് ഖുർആൻ തിരിച്ചു ചോദിക്കുന്നു. അൽ ആൻ ഫഖദ് അസൈത മിൻ ഖബൽ, ഇപ്പോഴാണോ? നേരത്തെ നീ നിഷേധിച്ചവനായിരുന്നല്ലോ എന്നുള്ളത്. അപ്പൊ സത്യനിഷേധികൾ അവർ 2-3 നേരങ്ങളിൽ ഈ നിലക്കുള്ള ഒരു വിലാപം അവരിൽ നിന്നുണ്ടാവുമെന്ന് ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതൊന്ന് അവരുടെ മരണവേളയിലാണ്, ഒന്ന് പിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അഖർതനി എന്ന അർത്ഥത്തിൽ അവര് ചോദിക്കുന്ന ഒരു വിലാപം. രണ്ടാമത്തെ സംഗതി അത് വിചാരണ വേളയിലാണ്. അവരവിടുന്ന് റജ്അന, ഇവിടെ നിന്ന് ഞങ്ങൾക്കൊന്ന് ഒരു മടക്കം തരുമോ ഭൂമിയിലേക്ക് തന്നെ, ആയുസ്സിലേക്ക് എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്നുള്ളത് നരകശിക്ഷയിൽ അവരെ എറിയുമ്പോൾ, അവരെ പ്രവേശിപ്പിക്കുമ്പോൾ അഖ്രിജ്ന, ഒന്ന് പുറത്താക്കി തരണേ, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നവര് പറയുന്ന രംഗമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഓരോ വിലാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് വഖാലു ആമന്നാ ബിഹി, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ അവിടെ വെച്ച് പറയും. ബല, അവർ പറയുന്നു, അതെ, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാരൊക്കെ വന്നിട്ടുണ്ട്. ഫക്കദബ്ന, ഞങ്ങള് കളവാക്കുകയാണ് ചെയ്തത്, ഇപ്പോൾ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞങ്ങൾക്ക് ഒരല്പ സമയം കാലതാമസം കൂടെ തരേണ്ടതുണ്ട്, ഞങ്ങൾക്കൊരു തിരിച്ചുപോക്ക് തരേണ്ടതുണ്ട്, ഞങ്ങൾ ആ നിലക്ക് നന്നായിക്കൊള്ളാം എന്നൊക്കെ അവർ പറയുന്ന ഇതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന നിലക്കും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് കേവലം ഒരു വൃഥാ പറയുന്നവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വൃഥാ സംസാരമാണ്, അത് വെറുതെ പറയാണ് എന്ന അർത്ഥത്തിൽ. അവലം നുഅമ്മിറുകുമായ തദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് കാര്യങ്ങൾ ആലോചിക്കാനും വേണ്ട വിധത്തിൽ ചിന്തിച്ചു മാറാനും ഒക്കെയുള്ള ചിന്താശേഷിയും അതിനു വേണ്ട സൗകര്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഞാൻ തന്നിട്ടില്ലായിരുന്നോ? വജഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരനും വന്നതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന രംഗം. അതുപോലെ ഒരു രംഗമാണ് സൂറത്തു സബഇന്റെ ഈ 52-ാമത്തെ വചനത്തിൽ വ അന്നാ ലഹുമുത് തനാവുഷ്, ഇനി എവിടുന്ന് നിങ്ങൾക്കത് ലഭിക്കാനാണ്? അവരുടെ അത്തരത്തിലുള്ള വിലാപങ്ങൾക്ക് മുന്നിൽ ഏതാനും ചില മറുപടികൾ അവരെ കേൾപ്പിക്കുമ്പോൾ അതിലൊന്ന് ഇപ്രകാരമായിരിക്കും. എവിടുന്നാണ് അവർക്ക് ഇനി വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് സത്യവിശ്വാസിയായി തിരിച്ച് കടന്നു വരാനുള്ള ഒരു ആയുസ് കിട്ടുന്നത്? അങ്ങനെ ഒരു ഹയാത്ത് ദുന്യ അവർക്ക് അവരെ മുമ്പിൽ വേണ്ടേ? ഇല്ല, ഹയാത്തുല്ലൂല അത് കഴിഞ്ഞു, അത് മറയിട്ട് നീങ്ങിക്കഴിഞ്ഞ സംഗതിയാണ്. ഇനി അതിലേക്കുള്ള ഒരു മടക്കല്ല. മിമ്മക്കാനും ബഈദ്, അവരിപ്പോ വിദൂരമായ സ്ഥലത്തുള്ളത്. പരലോകമെന്ന ആ ഹയാത്ത് ദുന്യനോട് എത്രയോ ദൂരത്ത് കിടക്കുന്ന ഈ ലോകത്താണ് അവരുള്ളത്. ഇവിടുന്ന് ഒരു മടക്കം അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. മനുഷ്യര് 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ആലമുൽ അർവാഹിൽ നിന്ന്, ആത്മാക്കളുടെ ലോകത്തുനിന്ന് ആലമുൽ അർഹാമിലേക്ക് പ്രവേശിക്കപ്പെട്ടവനാണ്. അതായത് ഒരു മാതാവിന്റെ ഗർഭാശയത്തിലേക്ക്. അവിടുത്തെ കേവലം മാസങ്ങളുടെ ജീവിതം മാത്രം കഴിഞ്ഞ് അവനത് ആലമു ദുന്യ എന്ന 3-ാമത്തെ സ്റ്റേജിലേക്ക് വന്നു. അതും കഴിഞ്ഞ് 4-ാമത് അഭിമുഖീകരിക്കേണ്ടത് ആലമുൽ ബർസഖ്, മറയിട്ട ഖബർ ജീവിതമാണ്. 5-ാമത് ശേഷമാണ് അവസാനത്തെ ലോകമായിട്ടുള്ള
ഘട്ടമായിട്ടുള്ള പരലോകം, ആലമുൽ ആഖിറ, ആഖിറത്ത് എന്നുള്ള ആ ലോകം. ആ ലോകത്തേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ 4-മത്തെയോ തൊട്ട് മുമ്പ് വരുന്ന 3-മത്തെയോ 2-മത്തെയൊക്കെ ഘട്ടങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അതൊരിക്കലുമില്ല, അത് അസംഭവമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഈ പരലോക ജീവിതത്തിന് ഇവിടെ മക്കാനിം ബഈദ്, നിങ്ങളെ നേരത്തെയുള്ള ജീവിതത്തിൽ നിന്ന് ഇതെത്രയോ വിദൂരത്താണ്, ഒരു തിരിച്ചുപോക്ക് നിങ്ങൾക്ക് സാധ്യമല്ല. വഅന്നാലഹുമുത്തനാവശ്യം, എവിടുന്നാണ് നിങ്ങൾക്ക് ഇനി അത് ലഭ്യമാവുക എന്ന് ചോദിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്ത വചനം 53-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു പറയാണ്, വഖദ് കഫറൂ ബിഹി മിൻ ഖബൽ, അവർ നേരത്തെ നിഷേധിച്ചവരാണ്. വയഖദിഫൂന ബിൽ ഗൈബ്, അവർ അദൃശ്യമായി അതിനെ ഊഹിച്ച് കാര്യങ്ങളെ എറിഞ്ഞവരാണ്, അഭിപ്രായപ്പെട്ടവരാണ്. മിൻ മക്കാനിൻ ബഈദ്, ഈ വിദൂരമായ സ്ഥലത്തിന്റെ കാര്യത്തിൽ. നേരത്തെ ഫിറഔനിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് വചനത്തിന്റെ ഈ ആദ്യ ഭാഗത്തുള്ളത്. ഈ വിശ്വാസം ഒരു ആ നിലക്ക് അവർ എന്താണ് വെറുതെ പറയാണ് അല്ലെ, ഒരു രക്ഷല്ല എന്ന് കാണുമ്പോൾ അവരുടെ ഒരു സംസാരമാണ്. ഇന്നവർ വിശ്വസിച്ചിട്ടും അംഗീകരിച്ചിട്ടും നന്നായിട്ടും നന്നാവുമെന്ന് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അതെല്ലാം അന്ന് നേരത്തെ വേണ്ടിയിരുന്നു. ആ സമയത്ത് അവർ നിഷേധിക്കുകയും വിശ്വസിക്കേണ്ട അംഗീകരിക്കേണ്ട സമയത്ത് അവർ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തു. ഇന്നിതാ അവർ വിശ്വസിക്കാം, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നവര് പറയുകയും ചെയ്യുന്നു. ഒരു കാര്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല വയഖദിഫൂന ബിൽ ഗൈബ്, അവർ അദൃശ്യമായി അറിവില്ലാതെ ഊഹം കൊണ്ട് എറിഞ്ഞവരെ ഈ വിദൂരമായ ലോകത്തെ അവരെന്തെയിരുന്നു, കളവാക്കിയിരുന്നു എന്നുള്ളതാണ് അല്ലെ. അവർ അവരുടെ ലോകത്തിരുന്ന് അവർക്കൊരു അറിവുമില്ലാത്ത ഈ വിദൂരമായ ലോകത്തെ പറ്റി നിഷേധിച്ചവരായിരുന്നു. അവർ പരലോകത്തെയും അതിലെ ശിക്ഷകളെയും ഒക്കെ കളവാക്കിയവരാണ്. വെറും ഊഹത്തിന്റെ പേരിൽ ഇല്ല എന്ന് പറയാൻ അവരെ തൊട്ട് പരലോകം വിദൂരത്തായി, അവർക്കത് ദൃശ്യമായിരുന്നില്ല, അവർ അത് കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, പോയിട്ടില്ല, പോയവരാരും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. ഇതൊക്കെയായിരുന്നു, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ഈ ഒരു വിദൂരമായ ലോകത്തെ നിഷേധിക്കാനുള്ള കാരണം. പരലോകമില്ലെന്ന് പറയാൻ അവർക്കൊരു തെളിവുണ്ടായിട്ടില്ല. കേവലം അവർ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഊഹമല്ലാതെ, അതിന്റെ പേരിലുള്ള ഒരു ഊഹമല്ലാതെ വേറൊന്നും പരലോകത്തെ നിഷേധിക്കാൻ അവർക്ക് കാരണമുണ്ടായിരുന്നില്ല. എന്നാൽ ആ പരലോകമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് തെളിവുകൾ അവർക്ക് മതിയായതുണ്ടായിരുന്നു. എന്നാൽ അവർ ആഗ്രഹിച്ച തെളിവുകൾ, അതായത് ദൃശ്യമായില്ല, കണ്ടിട്ടില്ല, പോയവർ തിരിച്ചു വന്നിട്ടില്ല എന്നതിൻ്റെയൊക്കെ പേരില് അവർ കളവാക്കിയവരായിരുന്നു. ഇനി എന്ത് പറയാൻ? ഇപ്പോൾ അവർ നേരത്തെയുള്ള അവരുടെ ജീവിതത്തെ തൊട്ട് തിരിച്ചെത്താനാവാത്ത വിധം വിദൂരത്താണുള്ളത് എന്നതാണ് മിമക്കാനിൻ ബഈദ് എന്ന് ഇവിടെ അള്ളാഹു ആവർത്തിക്കാനുള്ള കാരണം. അവരുടെ കാര്യത്തിൽ ഒരൊറ്റ നിലപാട് കൂടെ സ്വീകരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തെ അവസാനിപ്പിക്കുന്നതാണ്, ഉപസംഹരിക്കുന്നതാണ് കാണുന്നത്. അതാണ് എന്താ അവർക്കുള്ള മറുപടി? ഒന്നുകൂടെ വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ, അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനിടയിലും അവർക്കും ഇടയിലും മറയിട്ടുപോയി, അത് മറയിടപ്പെടുമെന്നതാണ്. അവർ ആഗ്രഹിക്കുന്നതിന് തൊട്ട് എന്ന് പറഞ്ഞത് ഇനിയൊരു തിരിച്ചുപോക്ക് നേരത്തെയുള്ള ജീവിതത്തിലേക്ക്, എന്നിട്ട് പരലോക ജീവിതത്തെ മനസ്സിൽ സ്വപ്നം കണ്ട് ലക്ഷ്യം കണ്ട് അവിടെ നല്ലൊരു ജീവിതക്രമമൊക്കെ നടത്തി വിശ്വാസമൊക്കെ സുദൃഢമായി മനസ്സിൽ ഉറപ്പിച്ച് അതിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു മുത്തഖിയായി, സ്വാലിഹായി, നല്ലൊരു മുസദ്ദിഖായി, അങ്ങനെ ആ നിലക്കൊക്കെ ജീവിച്ച് മരണപ്പെട്ട് ഈ പരലോകത്തേക്കുള്ള ഒരു തിരിച്ചുവരവാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇല്ല, അതിനിടയിൽ മറയിട്ട് കഴിഞ്ഞു, ഇനിയൊരു തിരിച്ചുപോക്ക് അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബർ ജീവിതത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു. ഭൂമിയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അള്ളാഹു അവർക്കിടയിൽ മറയിടുന്നു. അതിനാൽ മരണാനന്തര ജീവിതത്തെ, ഖബർ ജീവിതത്തെ ബർസഖ് എന്ന് വിശുദ്ധ ഖുർആൻ ആ നിലക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലേക്ക് മരണപ്പെട്ട മനുഷ്യൻ തിരിച്ചെത്താത്തതുപോലെ, അത് തിരിച്ചെത്തുന്നത് സാധ്യമല്ലെങ്കിൽ പിന്നെ പരലോകത്ത് നിന്ന് അതിന് മുമ്പുള്ള ഘട്ടങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് എങ്ങനെ കഴിയുന്നത്? മരണപ്പെട്ടവന് ഭൂമിയിലേക്ക് പോലും തിരിച്ചെത്താൻ കഴിയുന്നില്ല. തൊട്ട് മുമ്പത്തെ സ്റ്റേജിലേക്കുള്ള ഒരു മടക്കം പോലും അള്ളാഹു അനുവദിക്കുന്നില്ല, നൽകുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിനുശേഷം കടന്നു വന്ന ആലമുൽ ആഖിറയിൽ നിന്ന് ആലമു ദുന്യയിലേക്ക് അവർ മടങ്ങിപ്പോകുന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഗതി സംഭവിക്കാൻ പാടില്ല, സംഭവിക്കുകയുമില്ല. വഹീല ബൈനഹും വബൈന മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നതിനിടയിലും അവർക്കിടയിലും മറയിട്ടു പോയി എന്നതാണ്. കമാ ഫഅല ബി അശ്യാഇഹിം, അവരുടെ മുൻ സംഘങ്ങൾക്ക് അള്ളാഹു ചെയ്തതുപോലെ എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ ആ ഭാഗത്തെ മനസ്സിലാക്കാം. ഒന്ന്, അവരുടെ കൂട്ടത്തിൽ പലരും സത്യനിഷേധികളായി ജീവിച്ചപ്പോൾ അവർക്ക് ശിക്ഷ വന്നിട്ടുണ്ട്. ശിക്ഷ വന്നിറങ്ങിയ സന്ദർഭത്തിൽ ഒരു തിരിച്ചുപോക്ക് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർക്ക് അതിന് അള്ളാഹു സാവകാശം നൽകിയിട്ടില്ല, അനുവാദം നൽകിയിട്ടില്ല. അവർക്ക് എന്താണോ വിധിച്ചത് ആ ശിക്ഷ അവർ അനുഭവിച്ച്
ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞവര് മണ്ണോട് ചേർന്നിരിക്കുകയാണ്. അള്ളാഹ് തിരിച്ചുപോക്ക് നൽകിയിട്ടില്ല. അതുപോലെ അവരുടെ കാര്യത്തിലും ഒരു തിരിച്ചുപോക്ക് നൽകാനാവില്ല എന്നതാണ്. മറ്റൊന്നുള്ളത്, മുൻകഴിഞ്ഞ എല്ലാ ജനതകളിലും നിഷേധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ശിക്ഷയും ആ നിലക്ക് അവരുടെ വിഷയത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് അള്ളാഹു അവർക്ക് ആസ്വദിപ്പിക്കുകയും ചെയ്യും. ആദിന്റെ ആളുകൾ, സമൂദ് ഗോത്രക്കാര്, ഫിറഔനും ഖാറൂനും ഹാമാനും നമ്രൂദൊക്കെ, അവർക്കൊക്കെ അള്ളാഹു ഈ നിലക്കുള്ള ശിക്ഷയാണ്, ഒരിളവും അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരേ സ്വഭാവത്തിലുള്ള, ഒരേ നിഷേധത്തിലുള്ള ഇവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്, എന്ത് ഇളവാണ് അവർ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് നൽകുന്നത്? ഒരിക്കലുമില്ല. നേരത്തെ ആളുകൾക്ക് എന്താണ് അള്ളാഹു കൊടുക്കാമെന്നേറ്റത്, കൊടുക്കുമെന്ന് അള്ളാഹു അച്ചട്ടായി പറഞ്ഞത്, എന്തായിരുന്നു അവരുടെ നിഷേധം, അതിനനുസരിച്ച് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും ഇവർക്ക് അള്ളാഹു നൽകുന്നത്. വേറൊന്നും അതിലൊരു മാറ്റമല്ല. അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ വിലാപം കേവലമൊരു പറച്ചിലായ ഒരു വിലാപം മാത്രമായി കണ്ടാൽ മാത്രം മതി എന്നതാണ്. ഇന്നഹും കാനൂ ഫീ ശക്കി മുരീബ്. രണ്ട് കൂട്ടർക്ക് ഈ നിലക്ക് തിരിച്ചു പോകാനാവാത്ത വിധമുള്ള ശിക്ഷ അള്ളാഹു നൽകാനുള്ള കാരണം എന്തുകൊണ്ട്, അതും കൂടെ പറയണം ആ വചനത്തിൽ. ഇന്നഹും കാനൂ ഫീ ശക്കി മുരീബ്. അവരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ, പരലോകം, ശിക്ഷ, സ്വർഗം, നരകം എന്നൊക്കെ കേൾക്കുമ്പോഴേ അവർ ആ വിഷയത്തിൽ വല്ലാത്ത സംശയത്തിലായിരുന്നു എന്നുള്ളതാണ്. അറിയാനുള്ള സംശയമായിരുന്നില്ല, കേവലം അറിയാനുള്ള സംശയമായിരുന്നെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സംശയം തിരുത്തേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. വെറുതെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ശക്യം മുരീബി എന്നുള്ള ആവർത്തന രീതിയിൽ ആ സംശയത്തിന്റെ രണ്ട് പദങ്ങൾ വന്നത് എന്നാണ്. മറിച്ച് അവർക്ക് പരലോകമില്ല, ശിക്ഷയില്ല, എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കത് പ്രശ്നമില്ല എന്നൊക്കെ രീതിയിൽ നിഷേധാത്മകമായി മനസ്സിലത് ഉറപ്പിച്ച് ഒരു തരം ജീവിതം കാഴ്ചവെച്ച് ആ നിലക്കുള്ള ഒരു ആശങ്കയില്, ആ നിലക്കുള്ള ഒരു രീതിയിൽ നിഷേധാത്മകമായിട്ടുള്ള ഒരു സംശയത്തിലായിരുന്നു അവർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു ഈ നിലക്കുള്ള ഒരു ശിക്ഷ ഒരുക്കിയിട്ടുള്ളത്. അതിൽ നിന്നൊരു ഇളവില്ല, തിരിച്ചുപോക്കില്ല, അനുഭവിക്കുക മാത്രമാണ്. ആലമുൽ ആഖിറ അവസാനത്തെ സ്റ്റേജിലാണ്. ഇനി മരണമില്ലാതെ, അവിടെ ഇനി ജീവിതമല്ല മരണമല്ല. ആ നിലക്ക് അള്ളാഹു ഓരോരുത്തർക്കും നൽകുന്നത് അനുഭവിക്കുക മാത്രമാണ് അവരുടെ മുന്നിലുള്ള പോംവഴി എന്നും കൂടെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ സൂറത്തിന് ഒരു അവസാനം നൽകുന്നത്. ആ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. യഥാർത്ഥ ജീവിതത്തെ, അതിന്റെ ലക്ഷ്യത്തെ മറക്കാതെ ഈ ഒരു താൽക്കാലിക ജീവിതത്തെ കൈകാര്യം ചെയ്യാനും ക്രമപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.